ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്യുന്നത് ഫോർ കൃഷ്ണ ജയന്തി. അപ്പോൾ ഞാൻ ഇന്ന് കൃഷ്ണനാവാനാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ അലത്ത ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അലത്ത ഇട്ടു ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ മേക്കപ്പിലേക്ക് വെക്കുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഔട്ട്ഫിറ്റ് അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള മാലയൊക്കെ ഒന്ന് സെറ്റാക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, മാലയൊക്കെ സെറ്റാക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് മേക്കപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ ഫസ്റ്റ് തന്നെ ഗൈസ്, അപ്പോൾ നമുക്ക് കുറച്ച് മോയ്സ്ചറൈസർ ഇടാം കേട്ടോ. ഗൈസ്, നമുക്ക് കുറച്ച് സൺസ്ക്രീൻ ഇടാം കേട്ടോ. കാരണം നമ്മൾ ഉച്ചയ്ക്ക് വെയിലത്തേക്കൂടെ ആയിരിക്കും നടക്കേണ്ടത് കൃഷ്ണ ജയന്തിക്കിടെ റാലിക്ക് പോകുമ്പോൾ. ഇത് എൻ്റെ ചാനലിലിടുന്ന ആദ്യത്തെ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിൽ ബാക്കിത്തെ വീഡിയോ ഒന്നും കണ്ടില്ലെങ്കിൽ എൻ്റെ ചാനലിൽ ഒന്ന് പോയിട്ട് ബാക്കി വീഡിയോസും കാണണേ. മാത്രമല്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ഗൈസ്, നമുക്ക് കുറച്ച് BB ക്രീം ഇടാം. എന്നെല്ലാം ഒരു ലൈറ്റ് മേക്കപ്പായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്ക് കറക്റ്റ് ഇതിൻ്റെ ഒന്നും കറക്റ്റ് അങ്ങനെ അളവറിയില്ല. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് പറഞ്ഞു തന്നെ. ഗൈസ്, നമുക്ക് കുറച്ച് സ്റ്റോപ്പ് ക്രീം ഇടാം കേട്ടോ. ഞാൻ അങ്ങനെ മേക്കപ്പ് അധികം ഇങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഇന്ന് കൃഷ്ണ ജയന്തി ആയതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി മേക്കപ്പ് ചെയ്യുന്നത് കേട്ടോ ഗൈസ്. ഗൈസ്, നമുക്ക് ഐ ഷാഡോ ഇടാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ ഈ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ഇടുന്നത്. ശരിക്കും ഒരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ ഐ മേക്കപ്പ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും കുറച്ച് ഡാർക്ക് ഇതിലാണ് മേക്കപ്പ് വന്നിരിക്കുന്നത്. എൻ്റെ ഒരു ടോപ്പ് ആക്ച്വലി ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. എനിക്കറിയില്ല നിങ്ങൾക്ക് കാണുമ്പോൾ ഓറഞ്ച് ആയിരിക്കും യെല്ലോ ആയിരിക്കുമോ. പക്ഷേ അപ്പോൾ ഗൈസ്, നമുക്ക് ഐലൈനർ ഒന്ന് ഇടാവേ. ഗൈസ്, ഇത് നമുക്ക് കുറച്ച് മസ്കാര ഇടാവേ. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് കൃഷ്ണൻ്റെ മെയിൻ മേക്കപ്പിലേക്ക് പോവാം കേട്ടോ. നമ്മളത് ചാന്ത് ഉപയോഗിച്ചാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുത്തിടും. ഞാനൊന്ന് ഇട്ടിട്ട് നിങ്ങളിപ്പോൾ തന്നെ കാണിച്ചു തരാവേ ഗൈസ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുത്ത് ഇങ്ങനെ ഇടണം കേട്ടോ. പിന്നെ നമുക്ക് ഞാൻ അടുത്ത കളറായിട്ട് വൈറ്റാണ് ചൂസ് ചെയ്യുന്നത് ഗൈസ്. ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇങ്ങനെയുണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് ഇവിടെ ഒരു മറ്റേ യു ഒന്ന് വരയ്ക്കാം കേട്ടോ ഗൈസ്. അത് നമ്മൾ ചന്തം കൊണ്ടാണ് ഞാൻ കേട്ടോ വരയ്ക്കുന്നത്. അപ്പോൾ ഗൈസ്, അപ്പോൾ എൻ്റെ മേക്കപ്പ് ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആക്സസറീസിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ഞാൻ ഈ ഒരു മാല ഇടുന്നുണ്ട് കേട്ടോ. ഒരു നല്ലൊരു മാലയാണ്. നമ്മളപ്പോൾ ഫസ്റ്റ് ചെയ്തിടാം കേട്ടോ. ഓക്കെ ഗൈസ്, ഇനി ഞാൻ ഇടുന്നത് ഈ ഒരു മാലയാണ്. ഇത് ഞാൻ കുറച്ച് അലങ്കോല മീൻസ് ഞാൻ കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മാലയിൽ. ഇതും കൂടി ഇടാം. അപ്പോൾ ഗൈസ്, ഞാൻ ഈ ഒരു മാല ഇടുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇനി ഞാൻ ഈ ഒരു മാലയാണ് ഇടുന്നത് ഗൈസ്. അപ്പോൾ ഞാൻ ഇനി ഈ ഒരു മാലയാണ് ഇടുന്നത് ഗൈസ്. ലാസ്റ്റായിട്ട് ഞാൻ ഈ ഒരു ഇളക്കത്താലിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ഈ ഒരു മാലയും കൂടി ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ഈ ഒരു മാല മാറ്റും കേട്ടോ ഗൈസ്. പിന്നെ നമുക്ക് ഈ ഒരു ഇതൊന്ന് കെട്ടിക്കൊടുക്കാവേ ഗൈസ്. അങ്ങനെ ഞാനത് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓടക്കുഴൽ വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സ്ക്രിഞ്ചി പോലത്തെ ഫ്ലവർ കയ്യിലിടാവേ. അപ്പോൾ ഗൈസ്, നമുക്കിനി ഈ ഒരു മോതിരം ഇടാം കേട്ടോ. പിന്നെ നമുക്ക് ഈ കമ്മലും ഇടാവേ ഗൈസ്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ മുടി ഒന്ന് പോണിറ്റെയിലാക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതായിട്ട് എൻ്റെ ഫുൾ ലുക്ക്. ഞാൻ കയ്യിൽ ഈ സാധനം ഇട്ടു, കിരീടം വെച്ചു, മയിൽപ്പീലി വെച്ചു. അപ്പോൾ ഇതാട്ടോ ഗൈസ് എൻ്റെ ഫുൾ ലുക്ക്. ഞാൻ പിന്നെ മാല മാറ്റിയിട്ടുണ്ട് കേട്ടോ ഗൈസ്.